ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सागणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदिर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जयदम सुरदो पंगोर्मम मंदमतिगति सर्वस्य पादाम्बुजो राधा मदन। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല 3-ാമത്തെ അധ്യായം 87-ാമത്തെ ശ്ലോകം മുതൽ. ത്വാം ശീലരൂപചരിതൈ പരമപ്രകഷ്ടൈ സത്വേന സത്വികതയാ പ്രബലശ്ച ശാസ്ത്രേ പ്രഖ്യാതദൈവ പരമാർത്ഥവിദം സ്മതൈശ്ച നൈവാസുരപ്രകൃതേ പ്രഭവന്തി ബോധും. വാംശീലരൂപചരിതൈ പരമപ്രകഷ്ടേ സത്വേന സാത്വികതയാ പ്രബലസ്യ ശാസ്ത്രേ പ്രഖ്യാതദൈവ പരമാർത്ഥവിദം മതൈശ്ച നൈവാസുരപ്രകൃതയാ പ്രഭവന്തി ബോധും. ഹരേ കൃഷ്ണ. പ്ലീസ് റിസൈറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വാം ശ്രീലരൂപാചരിതൈ പരമപ്രകർഷതൈ സത്വേന സാത്വികതയാ പ്രബലൈശ്ച ശാസ്ത്രൈ പ്രഖ്യാതദൈവ പരമാർത്ഥവിദം മതൈശ്ച നൈവാസുര പ്രകൃത്യാ പ്രഭവന്തി ബോധും. ഹരേ കൃഷ്ണ. One more beauty, please. ഹരേ കൃഷ്ണ. ത്വാം ശീലരൂപചരിതൈ പരമപ്രകൃഷ്ടൈ സത്വേന സാത്വികതയാ പ്രബലൈശ്ച ശാസ്ത്രൈ പ്രഖ്യാതദൈവ പരമാർത്ഥവിധാമതൈശ്ച നൈവാസുരപ്രകൃതയ പ്രഭവന്തി ബോധും. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പരമോന്നത ഗുണ രൂപ കർമ്മ വൈഭവങ്ങളാൽ അവിടുന്നാണ് പരമപുരുഷനെന്ന എല്ലാ സാത്വിക ശാസ്ത്രങ്ങളും അതീന്ദ്രിയ പ്രകൃതിയിൽ വർത്തിക്കുന്ന വിഖ്യാതരായ പരമാർത്ഥവാദികളും ഏകകണ്ഠം സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും ആസുര പ്രകൃതി ബാധിച്ചവർക്ക് അവിടുന്ന് ഇവണ്ണം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല. ഹരേ കൃഷ്ണ. Hari Bol. Oh my Lord, those influenced by demonic principles cannot realize you, although you are clearly the supreme by dint of your exalted activities, forms, character, and uncommon power, which are confirmed by all the revealed scriptures in the quality of goodness and the celebrated transcendentalists in the divine nature. Okay. ഇതാണ് പറയുന്നത്, ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആസുരിക ഭാവമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
അതായത് ഭഗവാന്റെ എക്സോൾട്ടഡ് ആക്ടിവിറ്റീസ്, രൂപം, സ്വഭാവം, അൺകോമൺ പവർ, പ്രോവസ്, ഇതെല്ലാം നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഏത് വിധത്തിലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്? സത്വഗുണത്തിലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ഡിവൈൻ നേച്ചറെ പറ്റിയും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞ സത്വഗുണങ്ങളുടെ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്നെസ്? കാരണം വെച്ചാൽ നമ്മുടെ വേദിക് ഗ്രന്ഥങ്ങളുടെ പലതരത്തിലുള്ള അവബോധത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് രചിച്ചിരിക്കുന്നതാണ്. ഈവൻ നമ്മുടെ 18 പുരാണങ്ങൾ, മഹാപുരാണങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 6 ഗുണങ്ങൾ, 6 പുരാണങ്ങള് തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ അവർക്ക് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിലേക്ക് നിന്ന് സത്വഗുണത്തിലേക്കും ഉയരാൻ പറ്റും, അതിന് ഉതകുന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്. അതായത് 6 തമോ ഗുണത്തിലുള്ള ആൾക്കാർക്കും 6 രജോ ഗുണത്തിലുള്ള ആൾക്കാർക്കും 6 ആർക്കാണ്? സത്വഗുണത്തില്. അതിൽ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ശ്രീമദ് ഭാഗവതം, വിശുദ്ധ സത്വത്തിലാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാൻ കാരണം അതില് ഭഗവാന്റെ ഈ നാമരൂപ ഗുണലീലകളെല്ലാം വളരെ നന്നായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതും തന്നെ നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ ഇത് വായിച്ചിട്ടും ഇതിലെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടും ഡെമോണിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ആസുരഭാവമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് എ വേഴ്സ് ഫ്രം സ്തോത്ര രത്ന ഓഫ് യമുനാചാര്യ, the spiritual master of Ramanujacharya. The authentic scriptures describe the transcendental activities, features, forms, and qualities of Krishna. Krishna explains himself in the Bhagavad Gita, the most authentic scripture in the world. He is further explained in Srimad Bhagavatam, which is considered the explanation of Vedanta Sutra. Srimad Bhagavatam, വേദാന്ത സൂത്രത്തിന്റെ നാച്ചുറൽ കമന്ററി ആണ്. ഓക്കെ, അതിനൊരു പ്രത്യേകിച്ചൊരു കമന്ററി ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവന്മാര് അതിന് കമന്ററി എഴുതിയില്ല, വ്യാഖ്യാനം ചെയ്തില്ല. പക്ഷെ ഒരു സമയത്ത് അതിന്റെ ആവശ്യം വന്നു. അതുകൊണ്ടാണ് ആരാണ് കമന്ററി ഗോവിന്ദ ഭാഷ്യം എഴുതിയത്? ആരാണ് ഗോവിന്ദ ഭാഷ്യം എഴുതിയത്? ബലദേവ വിദ്യാഭൂഷൺ. അപ്പോ രാമാനന്ദീസും വൈഷ്ണവൻ ബലദേവ് വിദ്യാഭൂഷൺ. അപ്പോ രാമാനന്ദീസും വൈഷ്ണവന്മാരും തമ്മിലുള്ള ചെറിയൊരു തർക്കത്തിന്റെ അടിസ്ഥാനത്തില് വൈഷ്ണവന്മാര്, ഗൗഡീയ വൈഷ്ണവന്മാരുടെ ആ സിദ്ധാന്തം രാമാനന്ദീസ് സ്വീകരിച്ചില്ല. അന്ന് രാജസ്ഥാൻ ജയ്പൂരിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന അവരെല്ലാം വൈഷ്ണവന്മാരായിരുന്നു. പക്ഷെ അവരുടെ പുരോഹിതന്മാരും സ്പിരിച്വൽ ടീച്ചേഴ്സും എല്ലാം രാമാനന്ദീസ് ആയിരുന്നു. രാമാനന്ദീസ് ഇവരുടെ ആ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിനെ മാനിച്ചില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗോവിന്ദ ഭാഷ്യം എഴുതാൻ വേണ്ടിയിട്ടാണ് ബലദേവ് വിദ്യാഭൂഷണെ ആര് നിയോഗിച്ചത്? വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു. ഇവരെ അതിന് വാദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭാഷ്യം വേണം. അപ്പോൾ ഭാഷ്യം നമുക്ക് ആവശ്യമില്ല. ഭാഗവതം അത് നാച്ചുറൽ കമന്ററി ആണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. ഭാഷ്യം എഴുതിക്കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ രാധ ഗോവിന്ദ് ടെമ്പിളിൽ പോയിട്ട് അവിടെ നമസ്കരിച്ച് നൊന്ത് പ്രാർത്ഥിച്ചു. അതായത് എനിക്ക് സമയമില്ല, ഇതിനൊരു ഭാഷ്യം എഴുതണം. അപ്പൊ രാധാ ഗോവിന്ദ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്താൽ അങ്ങോ എഴുതിയാൽ മതി. എങ്ങനെ നാരായണ ഭട്ടതിരിക്ക് നാരായണീയം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു ശ്രീ ഗുരുവായൂരപ്പൻ, അതേപോലെ തന്നെ ബലദേവ് വിദ്യാഭൂഷണ് രാധാ ഗോവിന്ദ്ജി ആ ഗോവിന്ദ ഭാഷ്യം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ? അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരെ സംവാദത്തിൽ തോൽപ്പിച്ച് ആ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം അവിടെ പുനഃസ്ഥാപിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീമദ് ഭാഗവതം നാച്ചുറൽ കമന്ററി ആയാലും കൂടിയിട്ട് നമുക്ക് ഗോവിന്ദ ഭാഷ്യം ബലദേവ് വിദ്യാഭൂഷൺ എഴുതുന്നു, which is considered the explanation of Vedanta Sutra. Lord Krishna is accepted as the Supreme Personality of Godhead by these authentic scriptures. എല്ലാ authentic scriptures, സ്മൃതി, ശ്രുതി, പുരാണാദി, പാഞ്ചരത്ര ഇതെല്ലാം ശ്രീകൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് മാനിക്കുന്നത്. നോട്ട് സിംപ്ലി ബൈ വോക്സ് പോപ്പുലി.
അപ്പൊ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തില്ല. ഇവിടെ നമ്മുടെ കാലത്ത് മെജോറിറ്റീസ് അതോറിറ്റി അല്ലെ, വോട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വോട്ട് ആർക്ക് കിട്ടുന്നത് അവരാണ് എല്ലാം ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അവരെ തിരഞ്ഞെടുക്കുന്നു വോട്ടിന്റെ പേരിൽ അല്ലെ. അതാണ് അങ്ങനെയല്ല ഇവിടെ എന്ന് പറയുന്നത്. നോട്ട് സിംപ്ലി ബൈ വോക്സ് പോപ്പുലി, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. In the modern age, a certain class of fools think that they can vote anyone into the position of God. ഇന്നത്തെ കാലത്ത് വോട്ട് ചെയ്തിട്ട് ഒരാളെ ആ സ്ഥാനത്തേക്ക് നിയമിക്കാം. അതേപോലെ സാധാരണ ആൾക്കാരെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈശ്വരൻ ആരാണ് തീരുമാനിക്കാം. അത് നടക്കില്ല എന്നാണ്. They can vote a man into position of political executive head. ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നമ്മൾ വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കുന്ന പോലെയല്ല ഭഗവാനെ തിരഞ്ഞെടുക്കല്. ഭഗവാൻ എന്താണ്? ഭഗവാൻ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചത് ആരാണ് അല്ലെ. അപ്പൊ ആ ഭഗവാന് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ നമുക്ക് ഭഗവാനെ കണ്ടെത്താൻ പറ്റില്ല. ശാസ്ത്രം എന്താണോ, ഗുരു സാധു ശാസ്ത്രം എന്താണോ പ്രതിപാദിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരാണ് ഭഗവാൻ. ഭഗവാൻ സ്വയം പറയുന്നുണ്ട് അല്ലെ, അർജുനൻ പറയുന്നുണ്ട്, എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട്, അർജുനൻ തന്നെ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലേ ഭഗവാനെ പറ്റി. എന്താ പറയുന്നത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജമ്യം ആഹുസ്തം ഋഷയെ സർവേ ദേവർഷി നാരദ സദാ ആഷിതോ ദേവിലോ വ്യാസോ സ്വയം ചൈവ പ്രവീഷിമേ അല്ലെ. അതായത് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു. ഈ ആട്രിബ്യൂട്ട്സ് ആണ് ആര് ഭഗവാൻ കൊടുക്കുന്നത്? അർജുനൻ. അപ്പൊ ഇതെന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഈസ് വൺ വിത്തൗട്ട് എ സെക്കൻഡ്, അദ്വൈത. ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ അല്ലെ. അപ്പോ അത് മാത്രമല്ല, ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല. ആഷിതോ ദേവലോ വ്യാസോ, ആഷിതൻ ദേവലൻ വ്യാസൻ ഇങ്ങനെയുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, സെയിൻലി പേഴ്സണാലിറ്റീസും കൂടി ഇതാണ്. അപ്പൊ ഞാൻ അങ്ങയുടെ സുഹൃത്താണ്, അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും ഫ്ലാറ്ററിയാണെന്ന്. അത് ധരിക്കണ്ട. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ആഷിതോ ദേവലോ വ്യാസൻ, നാരദൻ ആഷിതൻ ദേവല വ്യാസൻ വരെ എല്ലാവരും അഭിപ്രായം എന്താണ്? അതും കൂടാതെ അങ്ങ് സ്വയം പ്രഖ്യാപിക്കുന്നു, സ്വയം ചൈവ പ്രവീഷി. അങ്ങ് സ്വയം ഈ ഭഗവത്ഗീതയില് ഉടനീളം ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അഹം സർവസ്യ പ്രഭോ മതഃ സർവം പ്രവർത്യതേ അല്ലേ. മതഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. അങ്ങനെ ഓരോ ശ്ലോകത്തിലും നമ്മൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പൊസിഷൻ, പരമ ദിവ്യോത്തമ പുരുഷന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് വോട്ട് എടുത്തിട്ടല്ല ഭഗവാനെ തീരുമാനിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മോഡേൺ ഏജിൽ അങ്ങനെയാണ്. ഓക്കെ, മെജോറിറ്റി ഈസ് അതോറിറ്റി. ആർക്ക് കൂടുതൽ കിട്ടുന്നോ അവരാണ് അതോറിറ്റി. പക്ഷെ ഇവിടെ ഭഗവാനെ തീരുമാനിക്കുന്നു. ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗുരു സാധു ശാസ്ത്ര, ദിസ് ഇസ് ഓൺലി വേ. But the transcendental supreme personality of Godhead is perfectly described in the authentic scriptures. In the Bhagavad Gita, the Lord says that only fools deride him, thinking that anyone can speak like Vishnu. In the Bhagavad Gita, Bhagavan പറയുന്നത് അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമയച്ചരം. അതായത് ഫുൾ ഡിറൈഡ്സ് മീ വെൻ ഐ കം ഇൻ ഹ്യൂമൻ ഫോം എന്ന് പറയുന്നത്. ഞാൻ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ എന്താണ്, വിഡ്ഢികളെ എന്നെ റിജക്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ മനുഷ്യ രൂപത്തിലല്ല വരുന്നത്. എങ്ങനെ ഒരു മനുഷ്യൻ ഈശ്വരനാവുന്നത്? എൻ്റെ ആ ഒരു അവ്യയമായിട്ടുള്ള സ്വരൂപത്തെ ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ പരമമായിട്ടുള്ള പൊസിഷനെ ആരും മനസ്സിലാക്കുന്നില്ല. കാരണം ഫൂൾസ്, റാസ്കൽസ് എന്ന് പ്രഭുപാദ പറയുന്നു. So in the Bhagavad Gita, Lord says, "Fool deride him, thinking that anyone can speak like Krishna." Even according to the historical references, Krishna's activities are most uncommon. Krishna has affirmed I am God and he has acted accordingly. ഭഗവാൻ ഭഗവത്ഗീതയില് തറപ്പിച്ച് പറയുന്നുണ്ട്, ഞാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. ഐ ആം വൺ വിത്തൗട്ട് സെക്കൻഡ്, എനിക്ക് രണ്ടാമനില്ല അല്ലെ, അദ്വൈതം. So Mayavadis think that everyone can claim to be God, but that is the illusion, for no one else can perform such extraordinary activities of worship.
അതുകൊണ്ടാണ് നാരായണ. അവര് മറ്റുള്ളവരെ സംബോധന ചെയ്യുമ്പോൾ നാരായണ നാരായണ. എല്ലാവർക്കും ഭഗവാൻ ആവാം. എല്ലാവരും ഭഗവാൻ എന്ന് വന്നാണ് ഭഗവാൻ ചെന്നു. അപ്പൊ എല്ലാവരും അൾട്ടിമേറ്റ്ലി ഭഗവാനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ ഇടയിലുണ്ട്. ഓക്കെ, ഇത് ആദിശങ്കരാചാര്യരുടെ ഒരു ഫിലോസഫി ആണെങ്കിലും ആദിശങ്കരാചാര്യ അവസാനം പറയുന്നതാണ് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ മൂഢമതി. ഗോവിന്ദനെ ഭജിക്കാനാണ് പറയുന്നത്, സ്വയം ഭജിക്കാനല്ല പറയുന്നത് അല്ലേ? ആരാണ് ഗോവിന്ദൻ? ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ സിദ്ധാന്തം പ്രചരിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം അത് തെറ്റാണെന്ന്. കാരണം അതും ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഇങ്ങനത്തെ ഒരു സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ. സോ ഹി കിൽ when he was a child on the lap of his mother, he killed the demon Putana. വളരെ ചെറുപ്പക്കാലത്ത് തന്നെ അല്ലേ? എത്ര വയസ്സായപ്പോഴാണ് പൂതനെ കൊന്നത്? 3 മാസം 6 മാസം 3 മാസമായി. 3 മാസം അല്ലേ? ആദ്യത്തെ ഇതല്ലേ അത്? 3 മാസം 6 മാസം, അത് 6 ദിവസം അല്ല 3 മാസം അല്ലേ? എക്സാക്ട്ലി 6 ദിവസം 6 ദിവസം. യെസ്, 6 ദിവസം. 6 ദിവസം പ്രായത്തിലാണ് ഭഗവാൻ പൂതനെ കൊല്ലുന്നത്. So when he was child on the lap of his mother, he killed the demon Putana. Then he killed the demon Trinavrata, Vatsasura and Baka. When he was a little more grown up, he killed the demons Aghasura and Rishabhasura. Therefore, God is God from the very beginning. അതായത് കുറച്ച് വയസ്സായിട്ടാല ഭഗവാൻ ആയതല്ല. ആദ്യം മുതൽക്കേ ഭഗവാൻ തന്നെയാണ്, അനാദികാലം മുതൽക്ക്. അതിനാണ് കുറച്ച് വയസ്സായി ഒരു മെച്ചൂരിറ്റി വന്നു എന്നിട്ട് ഞാൻ ഭഗവാനായല്ല പറഞ്ഞു. അങ്ങനെ ഭഗവാന് തുടക്കമില്ല, മധ്യമില്ല, അവസാനമില്ല. ഭഗവാൻ എപ്പോഴും ഭഗവാൻ തന്നെ. So the idea that someone can become God by meditation is ridiculous. By hard endeavor, one may realize his godly nature, but he will never become God. നമുക്ക് ഗോഡ്ലി നേച്ചർ കിട്ടും, നമുക്ക് ഈശ്വരനാവാൻ പറ്റില്ല. ഭഗവാന്റെ എല്ലാ നേച്ചറും നമുക്ക് വളരെ ചെറിയ തോതിലുള്ള അംശത്തിൽ കിട്ടും, ഇൻ ക്വാളിറ്റി, ബട്ട് നോട്ട് ഇൻ ക്വാണ്ടിറ്റി. ഭഗവാൻ ആവാൻ പറ്റില്ല. ഭഗവാന്റെ എല്ലാ ക്വാളിറ്റിയും നമുക്ക് ചെറിയ അംശമായിട്ട് കിട്ടും. The asuras or demons who think that anyone can become God are condemned. So the authentic scriptures are compiled by the personalities like Vyasadeva, Narada, Ashita and Parasara, who are not ordinary men. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം, ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ഇതാണ് ആരാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്? സെയിൻലി പേഴ്സണാലിറ്റീസ്. വ്യാസദേവൻ, നാരദൻ, അക്ഷിത, പരാശര മുനി അല്ലെ, ഇവരൊക്കെയാണ്. അവരൊന്നും സാധാരണ ജനങ്ങളല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല. ഓക്കെ, അവർക്കും നമ്മളെപ്പോലെ കയ്യും കാലും മൂക്കും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട്, പക്ഷെ ദേ ആർ നോട്ട് ഇൻ അവർ കോൺഷ്യസ്നസ്. നമ്മളുടെ അവബോധത്തിലല്ല അവർ. അവരുടെ അവബോധം 3 ഗുണങ്ങളിലും അതീതമായിട്ടെന്നാണ്. നമ്മളുടെ അവബോധം എന്താണ്? ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അവര് കമ്പയർ ചെയ്യുന്ന ഒരു ശാസ്ത്രഗ്രന്ഥങ്ങളും അതിലൊരു തെറ്റ് കാണാൻ പറ്റില്ല, അതിലൊരു കുറവോ പോരായ്മ ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്ത് എഴുതുന്നോ നമ്മളുടെ ഇമാജിനറി പവർ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മളുടെ കോൺഷ്യസ്നെസ് നമ്മൾ എഴുതുന്നതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ അതിൽ തെറ്റുണ്ടായിരിക്കാം, കുറവും പോരായ്മയും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ മറ്റേതിനെന്താണ്? വ്യാസദേവനും നാരദനും അക്ഷിതനും പരാശര മുനിയൊക്കെ രചിക്കുന്ന ആ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഒരു തെറ്റും, കാരണം അവർ 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. അതുകൊണ്ട് 4 ഡിഫക്ട്സ് അവരെ ബാധിക്കില്ല. നമുക്കെല്ലാവരും അറിയുന്ന പോലെ എന്താണ് 4 ഇംപെർഫെക്റ്റ് സെൻസസ് അല്ല, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് അല്ല, അതേപോലെ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഇല്ല, അതേപോലെ സബ്ജക്റ്റ് ടു ഇൽയൂഷൻ. ഈ 4 ഡിഫക്ട്സിന്റെയും പറയാണ് അവർ. അതുകൊണ്ട് അവർ രചിക്കുന്ന ഒരു ശാസ്ത്രഗ്രന്ഥത്തിനും ഒരു പോരായ്മ ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. So all the followers of Vedic way of life have accepted these famous personalities whose authentic scriptures conform to the Vedic literatures. Nevertheless, the demonic do not believe their statements and they purposely oppose the Supreme Personality of Godhead and his devotees. അതായത് ആസുരഭാവമുള്ള ആൾക്കാര് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ എന്താണ് അവര് അതിന് എതിരായിട്ട് നിൽക്കും.
അതിനെ എതിർക്കും. അവർക്കതിൽ വിശ്വാസമില്ല. Today it is fashionable for common men to write whimsical words as so-called incarnates of God and be accepted as authentic by another common man. സാധാരണ ആൾക്കാർ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് ഉണ്ടാക്കും, അതായത് അവതാരങ്ങളെ ഉണ്ടാക്കും, മറ്റുള്ള സാധനങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരുപാട് അവതാരങ്ങളെ കാണാൻ പറ്റും, അല്ലേ? ഒരുപാട് അവതാരങ്ങൾ. അതൊക്കെ നമ്മളെ ട്രാപ്പ് ചെയ്യാണ് അറിവില്ലായ്മ കൊണ്ട്. അപ്പൊ നമ്മൾ ശാസ്ത്രപ്രകാരം പോവുകയാണെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അവതാരത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നാണ്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഒരു അവതാരത്തിനെ നമ്മൾ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും വിംസിക്കല് പറഞ്ഞാൽ ഇത് അവതാരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് അത് പ്രകാരം നമ്മൾ കാണും. ദിസ് ഡെമോണിക് മെന്റാലിറ്റി ഈസ് കണ്ടംപ്ഡ് in the 7th chapter of the Bhagavad Gita, wherein it is said that those who are miscreants in the lowest of mankind, who are fools, asses, cannot accept the supreme personality of Godhead because of their demonic nature. അപ്പോൾ ഇത് എവിടെ പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീതയിലെ 7th chapter. നമാം ദുഷ്കൃതനോ മൂഢ പ്രബദ്ധ്യന്തേ നരാധമ what is that? മായയാ പ്രഹൃതജ്ഞാനം ആസുരം ഭാവം ആശ്രിതം. ഈ 4 തരത്തിലുള്ള ആൾക്കാര് എന്നെ സ്വീകരിക്കില്ല, എന്നെ സമീപിക്കില്ല, അവർക്ക് എന്നിൽ വിശ്വാസമില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നമാം ദുഷ്കൃതനോ മൂഢ, മിസ്ക്രിയൻസ്. ഓക്കെ, മിസ്ക്രിയൻസ്, മൂഢന്മാര്. മായാപ്രഹൃത, പിന്നെ മൂഢ, ലോവസ്റ്റ് ഓഫ് ദ മൈൻഡ്, പിന്നെ മായ അപഹൃതജ്ഞാനം, മായ കൊണ്ട് അവരുടെ ജ്ഞാനത്തിനെ അപഹരിച്ചു, പിന്നെ ഡെമോണിക് നേച്ചർ, എത്തിസ്റ്റിക്. അങ്ങനെ ഈ 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സ്വീകരിക്കില്ല, സമീപിക്കില്ല, എന്നെ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. സോ ദേ ആർ കമ്പയർഡ് ടു ഉലൂക്കാസ് ഓർ ഔൾസ്, ഓക്കെ, മൂങ്ങ, who cannot open their eyes in the sunlight. ഇത് പകൽ സമയത്ത് അവരുടെ കണ്ണ് തുറക്കില്ല, കാണിച്ചാൽ they cannot see they cannot bear that sunlight. അതേപോലെയാണ് അവർക്ക് ശരിക്കുള്ള ജ്ഞാനം കൊടുത്താലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആർക്ക്? ദ ഫൂൾസ്, അവജാനന്തി മാമൂട, ഏത്തിസ്റ്റിക് മെന്റാലിറ്റി ആൾക്കാർ, ഇല്യൂഷനിൽപ്പെട്ട ആൾക്കാർ, നരാധമന്മാര്, ഇവർക്കൊന്നും എത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിൽ കയറില്ല. കാരണം അവര് ആരെ പോലെയാണ്? ഉലുക്കാസ് ഓർ ഔൾസ്, മൂങ്ങയെ പോലെയാണ്. ബിക്കോസ് ദേ കനോട്ട് ബെയർ ദ സൺലൈറ്റ്, ദേ ഹൈഡ് ദംസെൽഫ് ഫ്രം ഇറ്റ് ആൻഡ് നെവർ സീ ഇറ്റ്. They cannot believe that there is such illumination. അവർക്ക് രാത്രി കാലങ്ങളാണ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാനും ചെയ്യാനും പറ്റും. പകൽ സമയത്ത് പറ്റില്ല, അവർക്ക് അതിനെ ബെയർ ചെയ്യാൻ പറ്റില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ണടച്ചിരിക്കും. അതേപോലെയാണ് ഈ 4 കാറ്റഗറിയിലെ ആൾക്കാർ. ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, കാരണം അവര് ഔൾ അല്ലെങ്കിൽ ഉലൂഫാസ് അല്ലെങ്കിൽ മൂങ്ങയെ പോലെയാണ്. സോ ടെക്സ്റ്റ് 88. अपना लोक कहते कृष्णा नाना यत्न करे तथापि तन्हारा भक्ता जाना ये तन्हारे. अपना लोक कहते कृष्णा नाना यत्न करे तथापि तन्हारा भक्ता जाना या तन्हारे. हरे कृष्ण. ഹരേ കൃഷ്ണ. ശ്ലോകം 88. അവനലോകൈതേ കൃഷ്ണ നാനായത്നകരേ തഥാപി തൻഹാര ഭക്ത ജാനയേ തൻഹാരേ. വിവർത്തനം ബൈ എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപ്യനായിരിക്കാൻ പല വിധത്തിലും പരിശ്രമിക്കുന്നു. എന്നിരുന്നാലും അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാർ അവിടുന്നിനെ യഥാരൂപത്തിൽ അറിയുന്നു. ഹരേ കൃഷ്ണ. Lord Sri Krishna tries to hide himself in various ways, but nevertheless his pure devotees know him as he is. But Chaitanya Mahaprabhu hidden avataram, Channa avataram, അല്ലേ? പബ്ലിക്കായിട്ട് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ അവതാരിയാണെന്ന്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഓൾ അവതാരാസ് ആണെന്ന് പബ്ലിക്കലി അല്ല. പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിലെ ഉടനീളം ഹിഡൻ ആയിട്ടും അതേപോലെ ഓപ്പൺ ആയിട്ടും ഉണ്ട്. അത് നമ്മുടെ ഷഡ്ഗോസ്വാമിമാരാണ് പ്രധാനപ്പെട്ട നമുക്കിത് അറിയിച്ചു തരുന്നത്. എങ്കിലും അതാണ് ഇവിടെ വന്നത്. എങ്കിലും ബട്ട് നെവർതലെസ് ഹിസ് പ്യൂർ ഡിവോട്ടീസ് നോ ഹിം ആസ് ഹി ഈസ്. Pure devotees know him
ശുദ്ധ ഭക്തന്മാർക്ക് അറിയാം, എത്ര തന്നെ ഒളിച്ചു വന്നാലും ശരി. ചൈതന്യ മഹാപ്രഭു എപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങ് സ്വയം ഭഗവാനാണ്, സ്വയം കൃഷ്ണ ഭഗവാനാണ്, അപ്പൊ എന്താ പറയാ, ശ്രീവിഷ്ണു 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 പറഞ്ഞിട്ട് ചെവി പൊത്തും. പക്ഷെ ഒരുപാട് തവണ ആ ചൈതന്യ മഹാപ്രഭുവിനെ അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ദർശനം കൊടുത്തിട്ടുണ്ട്. അല്ലെ, പല അവതാരങ്ങളുടെയും ദർശനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഓപ്പൺലി അത് അക്സെപ്റ്റ് ഇല്ലെങ്കിലും കൂടിയിട്ട് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ആർക്കറിയാം, ഡിവോട്ടീസിന് അറിയാം. ടെക്സ്റ്റ് 89. ഉല്ലാംഘിത ത്രിവിധ സീമ സമാധി സായി സംഭാവനം തവ പരിവൃധിമ സ്വഭാവം മായാബലേന ഭവതാപി നിഗുഹ്യമാനം പശ്യന്തി കേചിദനിശം ത്വദനന്യഭാവാ. ഉല്ലംഘിത ത്രിവിധ സീമ സമാധി സായി സംഭാവനം തവ പരിവൃദ്ധമ സ്വഭാവം മായാബലേന ഭവതാപി നിഗുഹ്യമാനം പശ്യന്തി കേചിദനിശം തദനന്യഭാവാ. ഹരേ കൃഷ്ണ. ടു ഡിവോട്ടീസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉല്ലംഘിത ത്രിവിധ സീമ സമാധിസായി സംഭാവനം തവ പരിവർത്തിമ സ്വഭാവം മായാബലേന ഭവതാപി നിഗുഹ്യമാനം പശ്യന്തി കേചിത് അനിശം ത്വാത് അനന്യഭാവാ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉല്ലംഘിത ത്രിവിധ സീമ സമാധിശായി സംഭാവനം തവ പരിവൃഢിമ സ്വഭാവം മായാബലേന ഭവതാപി നിഗുഹ്യമാനം പശ്യന്തി കേചിദനിശം തദനന്യഭാവാ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത ശ്രീൽ പ്രഭുപാദ് കി ജയ്. അല്ലയോ ഭഗവാനെ, ഭൗതിക ലോകത്തിൽ സർവവും സ്ഥലകാല ചിന്തകളുടെ പരിധിക്കുള്ളിലാണ്. എന്നാൽ സർവാതിശയായ അങ്ങയുടെ അതീന്ദ്രിയ ഗുണങ്ങൾ സീമാതീതമാണ്. ചിലപ്പോൾ അങ്ങയുടെ ഈ സവിശേഷതകൾ സ്വശക്തിയാൽ അങ്ങു തന്നെ ആവരണം ചെയ്യുന്നു. എന്നിരുന്നാലും അങ്ങയുടെ അനന്യ ഭക്തർക്ക് എല്ലായ്പ്പോഴും അങ്ങയെ കാണാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. Hare Krishna. Oh my Lord, everything within material nature is limited by time, space, and thought. Your characteristics, however, being unequaled and unsurpassed, are always transcendental to such limitations. You sometimes cover such characteristics by your own energy, but nevertheless, your unalloyed devotees are always able to see you under all circumstances. ഭഗവാൻ എത്ര തന്നെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഡിവോട്ടീസിന് മനസ്സിലാവും. ഈ ഭൗതിക ലോകത്തില് എല്ലാം ടൈം, സ്പേസ് ആൻഡ് തോട്ട് അതിന്റെ ആ ഒരു ലിമിറ്റഡ് പെർവ്യൂവിലാണ്. ദ മെറ്റീരിയൽ നേച്ചർ ഈസ് ലിമിറ്റഡ് ബൈ ടൈം, സ്പേസ് ആൻഡ് തോട്ട്. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്. ആധ്യാത്മിക തലത്തിൽ യാതൊരു ലിമിറ്റേഷൻ, ഇറ്റ് ഈസ് അൺലിമിറ്റഡ് ആണ്. അതേപോലെ ഭഗവാനും തന്നെ, ഭഗവാനെ ടൈം, സ്പേസ് ആൻഡ് തോട്ട് കൊണ്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈസ് അൺലിമിറ്റഡ്. ഭഗവാന്റെ ക്യാരക്ടറിസ്റ്റിക് അൺലിമിറ്റഡ് ആണ്. ഭഗവാൻ ഈക്വലായിട്ട് ഒന്നുമില്ല ഭഗവാന്, അതല്ലേ ഭഗവാൻ. അതുകൊണ്ടാണ് പറയുന്നത് അസമ ഊർധ്വ അല്ലെ. ഭഗവാൻ എന്താണ് അറിയപ്പെടുന്നത്? അസമ ഊർധ്വ. സമമില്ല, ഊർധ്വം, മുകളിൽ ആരുമില്ല. He cannot be surpassed. He is unequaled and always transcendent to such. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് മുകളിലാണ്. ടൈം, സ്പേസ് ആൻഡ് തോട്ടിന്റെ ലിമിറ്റേഷൻ ബാധിക്കുന്നില്ല. ഓക്കെ, ഭഗവാൻ ഈക്വൽ ആയിട്ടോ അതിന് മുകളിൽ ആരുമില്ല. ഭഗവാന്റെ ക്യാരക്ടേഴ്സിനെ ഒരാൾക്കും ഈക്വൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും നിബന്ധനകളും ഭഗവാനോ ഭഗവാന്റെ ധാമിനോ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർക്കോ ഇല്ല. ഓക്കെ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ നാമരൂപ ഗുണ ലീല അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരും അടങ്ങിയിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരും ഇതേപോലെയാണ്. ദേ ആർ അൺലിമിറ്റഡ്. സോ യു സംടൈംസ് കവർ സച്ച് ക്യാരക്ടർ. ഇപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എന്താ ഇത് കവർ ചെയ്യും സ്വന്തം ശക്തി കൊണ്ട്, യോഗമായ പൊട്ടൻസി കൊണ്ട്. എന്തിനാണ്? എന്നാൽ മാത്രമാണ് ഒരു സാധാരണ വ്യക്തിയെ പോലെ ഇവിടെ ലീലകൾ കാണിക്കാൻ പറ്റും. അതാണ് ഒരു കാര്യം. ബട്ട് നെവർത്തിലെസ് യു ആർ അൺഅലോയ്ഡ് ഡ്യൂട്ടി. അപ്പൊ എങ്ങനെ തന്നെ മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചാലും ശരി, ശുദ്ധ ഭക്തന്മാരെ അത് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ചന്നവതരമായിട്ടുള്ള ഹിഡൻ അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവാൻ സ്വയമാണ്, അവതാരിയാണെന്ന് ആര് മനസ്സിലാക്കി?
നമ്മളുടെ സ്വന്തം ശുദ്ധഭക്തന്മാർ. So this verse is also quoted from Stotra Ratna of Yavanacharya. Everything covered by the influence of Maya is within the limited boundaries of space, time and thought. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലുള്ള മായാലോകത്തിലുള്ള എല്ലാം സ്പേസ്, ടൈം, തോട്ട് ഇതുകൊണ്ട് ആവരണപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് അത് ലിമിറ്റഡുമാണ്. ഈവൻ ദ ഗ്രേറ്റസ്റ്റ് മാനിഫെസ്റ്റേഷൻ വി ക്യാൻ കൺസ്യൂം ദ സ്കൈ ആൾസോ ഹാസ് ലിമിറ്റേഷൻ. അപ്പൊ നമ്മൾ വാസ്റ്റായിട്ട് കാണുന്നത്, അനന്തമായിട്ട് കാണുന്നത് എന്താണ്? ആകാശം. അതിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അതും ഭൗതിക ലോകത്തിലാണ്. സ്പിരിച്വൽ സ്കൈ അൺലിമിറ്റഡ് ആണ്. മെറ്റീരിയൽ സ്കൈ നമുക്ക് വാസ്റ്റായിട്ട് തോന്നിയാലും അത് ലിമിറ്റഡ് ആണ്. ഫ്രം ദ ഓത്തന്റിക് സ്ക്രിപ്റ്റേഴ്സ്, however, it is evident that beyond the sky is a covering of 7 layers, each 10 times thicker than the one preceding it. Okay, അപ്പോൾ നമുക്കറിയാം ഈ ഭൗതിക ലോകത്തിന്റെ മുകളിൽ 7 ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, 7 ലേയേഴ്സ്. ഓരോ ലെയറും അതിന്റെ മുമ്പത്തെ ലെയറിന്റെ 10 ഇരട്ടി തിക്നെസ് ആണുള്ളത്. ഓക്കെ, പഞ്ചഭൂതങ്ങളും മറ്റുള്ള എലിമെന്റ്സും കൂടിയിട്ടുള്ള ലെയേഴ്സ് ആണത്. 7 ലേയേഴ്സ്. എന്താണ്? ഓരോ ലെയറും അതിന്റെ മുമ്പത്തെ ലെയറിന്റെ 10 ഇരട്ടിയാണ്. അങ്ങനെ അത്രയും തിക്നെസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പിരിച്വൽ സ്കൈയിലേക്ക് പോകുന്നത്. സോ sky is a covering of 7 layers, each 10 times thicker than the one preceding it. The covering layers are vast, but with or without covering, space is limited. Our power to think about space and time is also limited. Time is eternal. We may imagine billions and trillions of years, but that will still be an inadequate estimate of the extent of time. Time factor ഈ പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈം ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് ആസ് യു ഗോ ഹയർ ഇറ്റ് സ്റ്റാർട്ട് റെഡ്യൂസിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉപരിലോകങ്ങളിൽ പോകും തോറും ആ ടൈം ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് കുറയും. ഓക്കെ, ഇവിടെ ടൈം ഫാസ്റ്റ് ആണ്, അവിടെ ടൈം സ്ലോ ആണ്. ലൈഫ് സ്പാൻ നോക്കിയിട്ടുണ്ടോ? ഇവിടുത്തെ ലൈഫ് സ്പാൻ അല്ല സ്വർഗലോകത്തില്. സ്വർഗലോകത്തിലെ ലൈഫ് സ്പാൻ അല്ല മഹർലോകത്തിലെ, ജനലോകത്തിലെ, തപലോകത്തിലെ, സത്യലോകത്തിലെ. അപ്പോൾ ടൈം എലിമെന്റ് എറ്റേണൽ ആലും കൂടി അതിൻ്റെ ആ പവർ, അതിൻ്റെ ഇൻഫ്ലുവൻസ് വ്യത്യസ്തമായിട്ട് ലോകം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽ ബൗണ്ടറീസ് പോയി അതിൻ്റെ സ്പിരിച്വൽ സ്കെയിൽ പോയാൽ ടൈം എലിമെന്റ് ഇല്ല. പക്ഷെ ടൈം എലിമെന്റ് ഭഗവാന്റെ ഇച്ഛപ്രകാരം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. അത് എറ്റേണലാണ്. അവിടെ ആ ടൈം എലിമെന്റ് ഡിസ്ട്രക്ഷൻ ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല. ഇവിടുത്തെ ടൈം എലിമെന്റ് എന്താണ്? അത് നശിപ്പിക്കും, എല്ലാറ്റിനെയും ഡിസ്ട്രോയ് ചെയ്യും. അവിടുത്തെ സ്പിരിച്വൽ ടൈം എന്താണ്? അത് ഒരാളെയും ബാധിക്കില്ല. അതിന് അവിടെ യാതൊരു പരിണാമങ്ങളും സംഭവിക്കുന്നില്ല. ഡിസ്ട്രക്ഷൻ, പരിണാമങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈം എഫക്റ്റീവ്ലി അതിനെ ആക്റ്റീവായിട്ട് ഒരു പ്രിൻസിപ്പിളായ മാത്രമേ പരിണാമങ്ങൾ, ഓക്കെ, ശോഷണം, ഡിസ്ട്രക്ഷൻ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പം നമ്മൾ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നു? ബിക്കോസ് ഓഫ് ദ ടൈം ഫാക്ടർ. ഇതേപോലെ അവിടെ ആ ചേഞ്ചസ് വരുന്നില്ല ആധ്യാത്മിക ലോകത്തിൽ. So our power to think about space and time is also limited. Time is eternal. We may imagine billions and trillions of years, but that will still be an inadequate estimate of the extent of time. Our imperfect senses, therefore, cannot think of the greatness of the Supreme Personality of Godhead, nor can we bring him within the limitations of time or our thinking power. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത്, നമ്മുടെ ഇവിടെ ഈവൻ സയന്റിസ്റ്റ് അവർ R&D ചെയ്യുന്നു അല്ലേ, അതെല്ലാം ബേസ്ഡ് ഓൺ ദെയർ ലിമിറ്റഡ് സെൻസസ് ആണ്. വിത്ത് ലിമിറ്റഡ് സെൻസസ് ആണ് അവർക്കുള്ളൂ. അതൊന്നും ഭഗവാന്റെ ക്യാരക്ടറിസ്റ്റിനോ നാമത്തിനെ രൂപത്തിനെയോ പവറിനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഭഗവാൻ ഈ ലിമിറ്റേഷൻസിന് അപ്പുറത്താണ് എന്നാണ് പറയുന്നത്. His position is accordingly described by the word Ullanghida. He is transcendental to space, time, and thought. Although he appears within them, he exists transcendently. നമ്മൾ പറയുന്നില്ലേ, he is in this material world, but he is not of this material world. ഭഗവാൻ ഇവിടെയാണ്, പക്ഷെ ഇവിടുത്തെ അല്ല.
Even when the Lord's transcendental existence is disguised by space, time, and thought, however, pure devotees of the Supreme Lord can see him in his personal features beyond space, time, and thought. ചൈതന്യ മഹാപ്രഭു എത്ര തവണയാണ് അല്ലെ തന്റെ ശുദ്ധഭക്തന്മാർക്ക് തന്റെ ആ സ്വരൂപം, സച്ചിദാനന്ദമായിട്ടുള്ള സ്വരൂപം കാണിച്ചു കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല അല്ലെ? പല ക്ലോസ് അസോസിയേറ്റ്സും മഹാപ്രകാശ് ലീലയില് ഓരോരുത്തരുടെയും ഏത് ഫോമിനാണോ, ഏത് രൂപത്തിനാണോ അവർ ധ്യാനിക്കുന്നത്, ആ രൂപത്തില് ചൈതന്യ മഹാപ്രഭു, ഇപ്പോൾ നരസിംഹനാണെങ്കിൽ നരസിംഹം, വരാഹമാണെങ്കിൽ വരാഹം, രാമചന്ദ്രനാണെങ്കിൽ രാമചന്ദ്രൻ. അപ്പോൾ ഏത് രൂപത്തിലാണോ ഒരു ഭക്തൻ ഭഗവാനെ കാണുന്നത്, ആ രൂപത്തിൽ അവർക്ക് ദർശനം കൊടുത്തു ചൈതന്യ മഹാപ്രഭു മഹാപ്രകാശ് ലീലയില്. എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. So in other words, even though the Lord is not visible to the eyes of ordinary men, those who are beyond the covering layers because of their transcendental devotional service can still see him. Okay. ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനെ കാണാനുള്ള ആ യോഗ്യത, അവസരം എപ്പോഴും ഉണ്ടായിരിക്കും. The sun may appear covered by a cloud, but actually it is the eyes of the tiny people below the cloud that covered, not the sun. Okay. അപ്പോൾ ഒരു സൂര്യഭഗവാനെ കവർ ചെയ്യാൻ കുറച്ച് ചെറിയ മേഘങ്ങൾ മതി. സാധാരണ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന പോലെ സൂര്യഭഗവാനെ കവർ ചെയ്യാൻ ഒന്നിനും പറ്റില്ല. പക്ഷെ സാധാരണ ആൾക്കാർക്ക് ആ വിഷൻ അവിടെ തടസ്സപ്പെടുന്നു. സോ ഇഫ് ദോസ് ടൈനി പീപ്പിൾ റോസ് എബോവ് ദ ക്ലൗഡ് ഇൻ എയർപ്ലെയിൻ, അപ്പൊ ആ ക്ലൗഡിന് മീതെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും സൂര്യഭഗവാനെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്ലെയിനിൽ പോണ സമയത്ത് ബിയോണ്ട് ദ ക്ലൗഡ്, മേഘങ്ങൾക്ക് അപ്പുറത്ത് പോകുമ്പോൾ ഒന്നും ഒരു തടസ്സമായിട്ട് കാണില്ല. They could then see the sunshine and the sun without impediment. Similarly, although the covering of Maya is very strong, Lord Krishna says in Bhagavad Gita, Devi hi esha gunamayi mama maya durataya mam evaye prapadyante mayam etam tarantide. എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ദേവി ഹി യശ ഗുണമയി. അപ്പൊ ഈ ഡിവൈൻ എനർജി, എൻ്റെ ഈ ദിവ്യ ശക്തി തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ ജനങ്ങൾക്ക്. ഭഗവാന് വിശ്വാസമില്ലാത്ത, ഭഗവാനെ സമർപ്പണം ചെയ്യാത്ത ഒരുത്തനും ഭഗവാന്റെ ഈ ദൈവീ പ്രകൃതിയെ തരണം ചെയ്യാൻ പറ്റില്ല. മമമായ ദുരത്തയ മാം ഏവയെ പ്രപന്തി, എന്നെ ആരാണോ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നത് അവർക്ക് മായാം ഏതാം തരന്തിതെ, എന്നെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് മായ, ഭഗവാന്റെ മായയെ തരണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറയുന്നത്. This divine energy of mind consisting of the three modes of material nature is difficult to overcome, but those who have surrendered unto me മാം ഏവയെ പ്രപദ്യന്തെ, അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ആരാണോ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് ഉപാസിക്കുന്നത് അവർക്ക് ആ ഭഗവാന്റെ മായയെ തരണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറയുന്നത്. But those who have surrendered unto me can easily cross beyond it. അതിന് ഉദാഹരണം എന്താ പറയുന്നത്? ഒരു മഴക്കാലത്ത് പശുക്കിടാവിന്റെ ആ കുളമ്പിന്റെ അടിയിൽ എത്ര വെള്ളമുണ്ട്? അത്ര വെള്ളമായി തരും ഈ ഭവസാഗരം അല്ലേ? മഴക്കാലത്ത് പശുക്കിടാവിന്റെ കുളമ്പിന്റെ അടിയിൽ എത്ര കുറച്ച് വെള്ളമാണ്, ഒരു ചെറിയൊരു ഇതുപോലെ അല്ലേ? അതിനെ നമുക്ക് മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതേപോലെ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്യുകയാണെങ്കിൽ, ആശ്രയിക്കുകയാണെങ്കിൽ ഈ ഭവസാഗരം എന്തായി? അതേപോലെ ആയിത്തീരുന്നവരിൽ. So to surpass the influence of the illusory energy is very difficult, but those who are determined to catch hold of the lotus feet of the Lord are freed from the clutches of Maya. Therefore, pure devotees can understand the supreme personality of Godhead, but demons, because of their miscreant behavior, cannot understand the Lord in spite of seeing the many revealed scriptures and the uncommon activities of the Lord. Even Sarvabhaum Bhattacharya ആദ്യം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. വളരെ യങ് സന്യാസി. അതായത് നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ദണ്ഡ, സന്യാസി ദണ്ഡ 3 കഷ്ണമായിട്ട് നദിയിൽ ഒഴിക്കുക, ദണ്ഡഭംഗ അല്ലെ? അവിടുന്ന് ചൈതന്യ മഹാപ്രഭു ദേഷ്യം വന്നിട്ട് എൻ്റെ കൂടെ വരണ്ട, എൻ്റെ ആകെ ഒരു ദണ്ഡായിരുന്നുള്ളൂ,
അതും കൂടി എനിക്ക് ശരിക്കും സൂക്ഷിക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുമ്പ് ഓടിപ്പോയിട്ട് ബാക്കിയുള്ള ഡിവോട്ടീസ് എല്ലാം പിന്നാലെ പോയുള്ളൂ. അവിടെ ജഗന്നാഥ്പുരിയിൽ എത്തിയിട്ട് നേരെ ചെന്ന് ഭഗവാനെ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോയത്. പക്ഷെ അവിടെ മുമ്പിലെത്തിയപ്പോഴേക്കും മൊഹാത്സ്യപ്പെട്ട് വീണപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൊക്കെ വിചാരിച്ചു ഏതൊരു സ്യൂഡോ സന്യാസി, ഫേക്ക് സന്യാസി സാധാരണത്തെ പോലെ ഇങ്ങനെ അഭിനയിച്ച് കിടക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സർവഭൗം ഭട്ടാചാര്യ, അവിടുത്തെ ജഗന്നാഥ്പുരിയിലത്തെ സൂപ്രിണ്ടൻ്റൻ്റ് ആയിരുന്നു. അദ്ദേഹം ചെന്ന് കണ്ടപ്പോൾ വളരെ യങ്ങായിട്ടുള്ള ഒരു സന്യാസി, ഇത്രയും ശോഭയോട് കൂടിയായിട്ടുള്ള, അതും ചൈതന്യ മഹാപ്രഭു പറഞ്ഞാൽ അജാന ലംബിതോ അല്ലെ, അജാന ഭാവം, അതായത് 7 അടി ഉയരണ്ട്. അവിടെ കിടക്കുന്നുണ്ടപ്പോൾ ആ ശോഭയും ആ തിളക്കം കണ്ടപ്പോൾ സർവഭൗമ ഭട്ടാചാര്യക്കും കൂടി അന്താളിച്ചു. ആരാണ് ഈ യങ് സന്യാസി? ഇത്രയും ഈ ചെറിയ വയസ്സിൽ എങ്ങനെ സന്യാസം എടുത്തു? എങ്ങനെ ഈ സന്യാസത്തിന്റെ പ്രതിജ്ഞകൾ ഇദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ പറ്റും? അത്രയും ആകർഷണമുള്ള ഒരു സന്യാസിക്ക് ഒരു സന്യാസി വ്രതങ്ങളോ അല്ലെങ്കിൽ പ്രതിജ്ഞകളോ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അത്രയും ആകർഷണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരെ പിടിച്ചിട്ട്, ആ സെക്യൂരിറ്റി അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഭട്ടാചാര്യ പറഞ്ഞു, ചെയ്യരുത്, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ എടുത്തിട്ട് എവിടെ പോയി? സർവഭൗമ ഭട്ടാചാര്യ വീട്ടിൽ പോയി. സർവഭൗമ ഭട്ടാചാര്യ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ, എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ് വന്നപ്പോഴേക്കും പറഞ്ഞു എന്താണ് സംഭവിച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ഇത്രയും യവനമായിട്ടുള്ള ഒരു സന്യാസി വരികയാണ്, ആരാണ് എന്താണ്? അപ്പോഴേക്കും ഗോപിനാഥ് ആചാര്യ വന്നു. ഗോപിനാഥ് ആചാര്യ ആരാണ്? സർവഭൗമ ഭട്ടാചാര്യയുടെ ബ്രദറിലാണ്, സിസ്റ്ററുടെ ഹസ്ബൻഡാണ്. അപ്പൊ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ ആദ്യമൊക്കെ അറിയാം, നവദ്വീപിലുണ്ടായിരുന്നാണ്. അപ്പൊ അങ്ങനെ പ്രണാമം ചെയ്തിട്ട് പരിചയപ്പെടുത്തിയത് ചൈതന്യ മഹാപ്രഭു നിമായിരുന്നു പരിചയപ്പെടുത്തുക. എന്നിട്ട് സർവഭൗമ ഭട്ടാചാര്യ പറയാണ്, നിങ്ങൾക്ക് ഞാൻ വേദാന്തം പഠിപ്പിച്ചു തരാം. നമ്മൾ വളരെ യങ് ആയിട്ടുള്ള സന്യാസിയാണ്, ഇത്രയും ചെറിയ പ്രായത്തിൽ സന്യാസം എടുത്തു, പക്ഷെ അതിന്റെ വൗസ്, അതിന്റെ പ്രതിജ്ഞകള് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം എന്ന്. അദ്ദേഹം ആരാണ്? ഒരു മായാവതി ഫിലോസഫർ ആയിരുന്നു. അന്ന് വളരെ പേര് കേട്ട ഒരു സ്കോളർ ആയിരുന്നു അന്ന്. അല്ലെ, അത് മാത്രമല്ല ജഗന്നാഥ്പുരിയിലെ പ്രധാനപ്പെട്ട ഒരു മേധാവിയും കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ നിങ്ങളെ ശരിക്കുള്ള വേദാന്തം പഠിപ്പിച്ചു തരാം, സോ ദാറ്റ് യു ക്യാൻ കണ്ടിന്യൂ ടു പ്രൊട്ടക്ട് യുവർ വൗസ്, ടു മെയിൻറ്റെയിൻ യുവർ വൗസ്. ഈ യങ് ഏജിൽ, അല്ലെങ്കിൽ സന്യാസിമാർക്ക് ഇത്രയും ആ ഒരു സൗന്ദര്യമുള്ള ഒരു സന്യാസിക്ക് ആ വൗസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഐ വിൽ ഗിവ് യു ദ റൈറ്റ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് 7 ദിവസം അദ്ദേഹത്തിന് എന്ത് പറഞ്ഞു? വേദാന്തം പറഞ്ഞു കൊടുക്കാൻ. 7 ദിവസം ഇത് കേട്ട് വളരെ ശ്രദ്ധയോട് കൂടി കേട്ടു. 7 ദിവസം കഴിഞ്ഞിട്ട് ഭട്ടാചാര്യ ചോദിക്കുകയാണ്, 7 ദിവസം ഞാൻ പറഞ്ഞു തന്നു, ഒരു ചോദ്യമോ എന്തെങ്കിലും ഒരു സംശയമോ ചോദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങക്ക് മനസ്സിലായി എന്നാണോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായി എന്നതാണ്? അപ്പൊ അപ്പോഴാണ് പറയുന്നത്, എനിക്ക് നിങ്ങൾ പറയുന്ന ആ ശ്ലോകങ്ങളെല്ലാം മനസ്സിലായി, പക്ഷെ അതിന്റെ വ്യാഖ്യാനം എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ആ വ്യാഖ്യാനം അത് മുഴുവനും തെറ്റായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനമാണ്. എന്നിട്ട് അതിലൊരു പെർട്ടിക്കുലർ വേഴ്സ് എടുത്തിട്ട് ചൈതന്യ മഹാപ്രഭു ഭട്ടാചാര്യക്ക് വളരെ ക്ലിയറായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, ആത്മാരാമസ്യ മുനയു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ, ഭട്ടാചാര്യകളുടെ തെറ്റിദ്ധാരണ, അത് ഞാൻ വിചാരിച്ചപ്പോൾ ഒരു വ്യക്തിയല്ല, ഇദ്ദേഹം സ്വയം ഭഗവാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ഇതിനെപ്പറ്റി വിവരിച്ചു തരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഞാനാണ് വലിയൊരു സ്കോളർ, ഫിലോസഫർ, പണ്ഡിതൻ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ആരെയാണ് പഠിപ്പിക്കാൻ പോയത്? സ്വയം ഭഗവാനെ. എന്നിട്ട് പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ശിഷ്യനാവുന്നു. അത് മാത്രമല്ല ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ഷഡ്ഭുജ ഫോം കാണിച്ചു കൊടുക്കുന്നു ഭഗവാൻ. അല്ലെ, എന്താണ് ഷഡ്ഭുജ ഫോം? ഒന്ന് അമ്പും വില്ല് ഏന്തിയിട്ടുള്ള 2 കയ്യ്, പിന്നെ ഓടക്കുള്ള 2 കയ്യില്, ഒന്ന് കമണ്ടലു ആൻഡ് ദണ്ഡ. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനും രാമചന്ദ്ര ഭഗവാനും സന്യാസിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനുള്ള ഷഡ്ഭുജ ഫോമാണ് ആർക്ക് കാണിച്ചു കൊടുക്കുന്നത്? സർവഭൗമ ഭട്ടാചാര്യക്ക്. അപ്പോ തൻ്റെ, അതായത് കുറച്ച് ദിവസത്തിന്റെ ആവശ്യമില്ല, 7 ദിവസം പഠിപ്പിച്ചു കൊടുത്തു.
അതിനുശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് ഞാൻ ഒരു വിഡ്ഢിയാണ്, സ്വയം ഭഗവാനെയാണ് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് അത്രയും വലിയ വലിയ സ്കോളേഴ്സിന് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു സാന്നിധ്യം കാരണം അവരും കൂടി അങ്ങനെ. അത് മാത്രമല്ല ഒരുപാട് മായാവത, എസ്പെഷ്യലി പ്രകാശൻ സരസ്വതി, അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാ ശിഷ്യന്മാരും 60,000 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ആരായിട്ട് കൺവേർട്ട് ചെയ്തു? വൈഷ്ണവന്മാരായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി. ചൈതന്യ മഹാപ്രഭു ആരോടൊക്കെ സമ്പർക്കം ചെയ്യുന്നു അവരെല്ലാം വൈഷ്ണവന്മാരായി, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ തുടങ്ങി, ഭക്തന്മാരായി തുടങ്ങി. അതാണ് ഭഗവാന്റെ അൺകോമൺ ആക്ടിവിറ്റീസിനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനുള്ള കുറച്ച് യോഗ്യത, അതിന് ഭഗവാന്റെ തന്നെ ആ കൃപാ കടാക്ഷം കിട്ടിയാൽ മാത്രമേ പറ്റൂ. ആസുരിക് മെന്റാലിറ്റി ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 90. असुर स्वभावे कृष्णे कबु नाही जाने, लुकेत नारे कृष्ण भक्ता जानस्थाने. असुर स्वभावे कृष्णे कबु नाही जाने, लुकेते नार कृष्ण भक्त जानस्थाने. हरे कृष्ण. हरे कृष्ण. असुर स्वभावे कृष्णे कबू नहीं जाने, लुकायिदे नारे कृष्ण भक्त जनस्थाने. हरे कृष्ण. हरे कृष्ण. ഹരേ കൃഷ്ണ. അസുര സ്വഭാവേ കൃഷ്ണയെ കബു നഹി ജാനേ, ലുകായിതേ നാരേ കൃഷ്ണ ഭക്തജനസ്ഥാനെ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ആസുര സ്വഭാവികൾക്ക് ഒരിക്കലും കൃഷ്ണനെ അറിയാൻ കഴിയില്ല. അതുപോലെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് സ്വയം ഒളിക്കാൻ അവിടുന്നും കഴിയുകയില്ല. ഹരേ കൃഷ്ണ. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. Those whose nature is demonic cannot know Krishna at any time, but he cannot hide himself from his purity. അതായത് ആസുരഭാവമുള്ള ആൾക്കാർക്ക് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ ശുദ്ധ ഭക്തന്മാരെ ഒളിക്കാനും പറ്റില്ല, അല്ലെ? he cannot hide, അവരിൽ നിന്ന് ഒളിക്കാനും പറ്റില്ല. So people who develop the nature of asura like Ravana and Hiranyakashipu can never know Krishna, the personality of Godhead, by challenging the authority of Godhead. But Sri Krishna cannot hide himself from his purity. അപ്പോൾ അസുരന്മാര്, രാവണൻ, ഹിരണ്യകശിപു എന്നുള്ള കംസനുള്ള ആസുരിക് ഭാവമുള്ള സ്വഭാവമുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം തന്നെ ഭഗവാനെ ശുദ്ധഭക്തന്മാരിൽ നിന്ന് വിളിച്ചു നിൽക്കാനും പറ്റില്ല എന്നാണ്. ദ്വഭൂത സ്വർഗലോകേസ്മിൻ ദൈവാസുര ഏവ ച വിഷ്ണുഭക്ത സ്മൃതോ ദൈവ ആസുരസ്തദ് വിപര്യയാ. ദ്വഭൂത സർഗലോകേസ്മിൻ ദൈവാസുര ഏവ ച വിഷ്ണുഭക്ത സ്മൃതോ ദൈവ ആസുരസ്തദ് വിപര്യയാ. ഹരേ കൃഷ്ണ. हरे कृष्ण. तावुभूत सर्गो लोकेऽस्मिन् दैव आसुर एव च विष्णुभक्ता स्मृतो दैव आसुरस्तद्विप्रयाया. हरे कृष्ण. ഹരേ കൃഷ്ണ. തൗഭൂത സർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച വിഷ്ണുഭക്ത സ്മൃതോ ദൈവ ആസുരസ്തദ്വിപര്യയ. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ 2 തരം മനുഷ്യരുണ്ട്. ഒന്ന് ആസുരീയരും മറ്റേത് ദൈവികരും. വിഷ്ണുഭക്തന്മാർ ദൈവികരാണ്. അതിന് നേരെ വിപരീതമായവർ ആസുരീയരെന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. There are 2 classes of men in the created world. One consists of the demonic and the other of the godly. Devotees of Lord Vishnu are godly, whereas those who are just opposite are called demons. Sura, Asura. സുരന്മാരും അസുരന്മാരും. സുരന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിനെ സ്വീകരിക്കുന്ന ആൾക്കാർ, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അസുരന്മാര് അവർ വിപരീതമായിട്ടുള്ളത്. 2 ക്ലാസ്സസ് ഓഫ് മെനാണ് ഉള്ളത് പറയുന്നത്. This is a verse from the Padma Purana. Vishnu Bhaktas or devotees in Krishna consciousness are known as Devas, demigods. Adana Surammar. Atheists who do not believe in God or who declare themselves God are Asuras. അവർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ സ്വയം ഭഗവാനെന്ന് വിശ്വസിക്കുന്നു, അവരെ അസുര. അപ്പൊ എന്താണ്? ദേവന്മാരും
അസുരന്മാരും അല്ലെങ്കിൽ സുരന്മാരും അസുരന്മാരും. അസുര ഓൾവേസ് എൻഗേജ് ഇൻ എത്തിസ്റ്റിക് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, എക്സ്പ്ലോറിംഗ് വേസ് ടു യൂട്ടിലൈസ് ദ റിസോഴ്സസ് ഓഫ് മാറ്റർ ടു എൻജോയ്സ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ. അസുരന്മാരുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് ഈ പ്രകൃതിയിലെ എല്ലാം അവർക്ക് ഭോഗിക്കാനുള്ള എന്നുള്ളതാണ്. അപ്പോൾ അവർ മാക്സിമം ഈ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടാൻ സാധിക്കും. കാരണം വെച്ചാൽ ഞങ്ങളാണ് അതിൻ്റെ അധികാരം, ഞങ്ങളാണ് ഇതിൻ്റെ എൻജോയർ മാസ്റ്റർ, ഭഗവാനല്ല. The Vishnu Bhaktas, Krishna conscious devotees, are also active, but their objective is to satisfy the supreme personality of Godhead by devotion. അതേപോലെ തന്നെ വിഷ്ണു ഭക്തന്മാരും ആക്റ്റീവാണ്. അപ്പം ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന് തിരിച്ച് സമർപ്പണം ചെയ്ത് ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ സേവിക്കുന്നു. Superficially, both classes may appear to work in the same way, okay? But their purposes are completely opposite because of a difference in consciousness. അപ്പോൾ എക്സ്റ്റേണലി കാണുമ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും ആക്റ്റീവാണ്. പക്ഷെ ഒരു ക്ലാസ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നു, മറ്റേ ക്ലാസ് ഓഫ് പീപ്പിള് അവരുടെ സ്വന്തം പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇത്ര എപ്പോഴും ഉദാഹരണം നമുക്ക് എടുക്കാനുള്ളത് അർജുനനും ദുര്യോധനും അല്ലെ. അർജുനനും ഫൈറ്റ് ചെയ്യുന്നു, ദുര്യോധനും ഫൈറ്റ് ചെയ്യുന്നു, യുദ്ധം. ഇപ്പൊ സാധാരണ ആൾക്കാരുടെ ആ വീക്ഷണത്തില് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. എന്താ പേര്? ഒരു ഡിസ്പ്യൂട്ട്, ഒരു ഫാമിലി ഡിസ്പ്യൂട്ട്, അതിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ എന്താ വ്യത്യാസം? പക്ഷെ നമുക്കറിയാം അതിന്റെ വ്യത്യാസം എന്താണ്. ദുര്യോധനൻ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? താൻ മാസ്റ്റർ ആവണം, താൻ പ്രൊപ്പറേറ്റർ ആവണം, താൻ കൺട്രോളർ ആവണം, അല്ലെ, താൻ എൻജോയർ ആവണം. ഈ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ. മറ്റേ അർജുനൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഭഗവത്ഗീത കേട്ട ശേഷം അർജുനന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു, അല്ലേ. അപ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ രാജാവണം എന്നല്ല, ഭഗവാന്റെ ഇച്ഛ അതാണ്, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ധർമ്മ സംസ്ഥാപനം, അല്ലേ. ഇതാണ് അർജുനൻ ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അർജുനൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് യുദ്ധമാണെങ്കിലും കൂടിയിട്ട് രണ്ട് പർപ്പസ് ആണ്, ഉദ്ദേശമാണ്. അതാണ് ഇവിടെ പറയുന്നത്. But their purposes are completely opposite because of a difference in conscience. അവരുടെ അവബോധത്തിലുള്ള ആ വ്യത്യാസമാണ് ആണ്. Asuras work for personal sense gratification, whereas devotees work for the satisfaction of Supreme Lord. Both work conscientiously, but their motives are different. രണ്ടുപേരും അവരുടെ അവബോധത്തിന്റെ അനുസരിച്ചാണ് ഒരുപോലെ എക്സ്റ്റേണലി തോന്നുമെങ്കിലും അവരുടെ മോട്ടീവ്സ്, ഉദ്ദേശം, പർപ്പസ് വ്യത്യാസമാണ്. The Krishna consciousness movement is meant for devas or devotees. Okay, devas അവരുടെ കാറ്റഗറി എന്താണ്? ഭക്തന്മാരുടെ. Demons cannot take part in Krishna conscious activities, nor can devotees in Krishna consciousness take part in demonic activities or work like cats and dogs simply for sense gratification. എന്താണ് ഉദാഹരണം പറയുന്നത്? കാറ്റ്സ് ആൻഡ് ഡോഗ്സിന്റെ. കാറ്റ്സ് ആൻഡ് ഡോഗ്, അതായത് വെസ്റ്റേൺ സിവിലൈസേഷൻ ഈസ് ദ സിവിലൈസേഷൻ ഓഫ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. പാശ്ചാത്യ ദേശത്തിലെ ആ ഒരു സിവിലൈസേഷൻ എന്താണ്? ആ ഒരു സംസ്കാരം, സംസ്കൃതി, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ആ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അത്രയേ ഉള്ളൂ. Such activity does not appeal to those in Krishna consciousness. Devotees accept only the bare necessities of life to keep themselves fit to act in Krishna consciousness. ആർഭാടമില്ല ഡിവോട്ടീസിന്. അത് വന്നാൽ അത് സ്വീകരിക്കും, അതിൻ്റെ പിന്നാലെ ഓടില്ല, അല്ലേ. സാധാരണ ജനങ്ങളെല്ലാം എന്താണ്? പണത്തിൻ്റെ പിന്നാലെ, പ്രതാപത്തിൻ്റെ പിന്നാലെ, പേരും പ്രശസ്തി, അതിൻ്റെ പിന്നാലെ ഓടും. പക്ഷെ ഡിവോട്ടീസ് അതിൻ്റെ പിന്നാലെ ഓടില്ല. ഡിവോട്ടീസ് എന്താ ചെയ്യുക? ഭഗവാന്റെ പ്രീതി അവിടെ. പക്ഷെ അത് വരികയാണെങ്കിൽ, പേരും പ്രതാപവും പ്രശസ്തിയും പണമൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. യുക്തവൈരാഗ്യം. The balance of their energy is used for developing Krishna consciousness, through which one can be transferred to the abode of Krishna by always thinking of him even at the point of death. Okay? അപ്പോൾ ഭക്തന്മാർ എന്താണ് ചെയ്യുന്നത്? അവരുടെ എനർജി പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിന്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ആ ഒരു ജീവിതം അവർ നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ അറ്റ് ദ പോയിന്റ് ഓഫ് ഡെത്ത് അവരെവിടേക്ക് പോവും? They will get transferred to the spiritual world
അപ്പൊ അവരുടെ ആ ഡെസ്റ്റിനേഷൻ ഭഗവാന്റെ ധാമായിരിക്കും. മറ്റൊരുടെ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും? പുനരപ്പി ജനനം, പുനരപ്പി മരണം. ഇതാണ് സുരന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. സുരന്മാര് ഭഗവാൻ പൂർണ്ണമായിട്ടും ആ സമർപ്പണ ഭാവത്തോടെ ഉപാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത്ധാമിൽ പോവും. അസുരന്മാരെ റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത്, ഭവസാഗരത്തില് കടന്നു കളിക്കേണ്ടി വരും. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 92. അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णवी की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गोप्रेमानंद हरि हरि बोल। गोस्वामी की जय. ശരി.